വയനാട് നടവയലിൽ കനത്ത കാറ്റിൽ വ്യാപക നഷ്ടം. കോഴിഫാമിന്റെ ഷീറ്റുകൾ പറന്നുപോയി. 3500ഓളം കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു. പുഞ്ചക്കുന്ന് ജോബിഷിനാണ് 7 ലക്ഷത്തിന് മുകളിൽ നാശനഷ്ടമുണ്ടായത്. സംസ്ഥാനത്ത് 9 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ആഷിഖ് ചേരുന്നു വയനാട്ടിൽ നിന്ന്. ആഷിഖ്, വയനാട്ടിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരാളുടെ കോഴി ഫാമിൽ നിന്ന് 3500ഓളം കോഴിക്കുഞ്ഞുങ്ങൾ ചാകുന്ന സാഹചര്യം. എപ്പോഴാണ് ഈ വലിയ കാറ്റൊക്കെ അവിടെ ഉണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശക്തമായ മഴയാണുള്ളത്. ഇന്നും ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 3 മണിയോടെയാണ് ശക്തമായ മഴ തുടങ്ങിയത്. ആ മഴയിലാണ് നടവിൽ പുഞ്ചക്കുന്ന് സ്വദേശി ജോബിഷിന്റെ ഈ കോഴി ഫാമിന്റെ മേൽക്കൂര പാറിപ്പോയത്. അതിലാണ് 3500ഓളം കുഞ്ഞുങ്ങൾ, ഈ കോഴി കുഞ്ഞുങ്ങൾ വളർത്തിയിരുന്ന 3500ഓളം കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോയിട്ടുള്ളത്. ശക്തമായ മഴയാണ്. ആ മഴയിലാണ് ഈ മേൽക്കൂര തന്നെ പൂർണ്ണമായും പാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഏകദേശം 7 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതെന്നാണ് ജോബിഷ് അറിയിക്കുന്നത്. ഈ നടവിൽ പ്രദേശത്ത് മാത്രമല്ല, കൽപ്പറ്റയിലും സുൽത്താൻ ബത്തേരി അടക്കമുള്ള പല പ്രദേശങ്ങളിലും വ്യാപകമായ മഴയാണുള്ളത്. പലയിടങ്ങളിലും വലിയ രീതിയിൽ മരമടക്കം വീണ് ഗതാഗത കുരുക്കടക്കം അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇന്ന് വയനാട്ടിൽ യെല്ലോ അലർട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം ഉള്ളതുപോലെ ഇന്നും ശക്തമായ മഴ തുടരുന്നുണ്ട്. പക്ഷേ ഇന്ന് കൂടുതൽ നാശനഷ്ടത്തിലേക്ക് പോകുന്നുണ്ട്. പലയിടങ്ങളിലും മരം വീണ് ഗതാഗതമടക്കം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നടവിൽ സ്വദേശി പുഞ്ചക്കുന്നിൽ ജോബിഷിനാണ് ഏകദേശം 7 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിരിക്കുന്നത് ഒരു മഴയിൽ. ലക്ഷ്മി.